ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ്. പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ട പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ട സ്റ്റാഫുകൾ വേണമെന്നുള്ളതാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംഘടനാ സംവിധാനത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള വിഭവം കണ്ടെത്തി, അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അത് നിയമിക്കുക, അതിന് വേണ്ട ആൾക്കാരെ നിയമിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ധർമ്മമാണ്. അതിനെ പറയുന്ന പേരാണ് ഉദ്യോഗവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൽ വിവിധ ജോലികൾ ചെയ്യാൻ ആൾക്കാരെ വേണ്ടി വരും. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തെയും എന്താണ് ഉദ്യോഗവൽക്കരണം, സ്റ്റാഫിംഗ് എന്നുള്ളത്. അവരെ അപ്പോയിന്റ് ചെയ്യുക മാത്രമല്ല, അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കും, ഡയറക്ഷൻ കൊടുക്കേണ്ടതായിപ്പെടും, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത്, അവരുടെ സ്കില്ല് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതെല്ലാം സ്റ്റാഫിംഗിൽ പെടുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഏറ്റവും ചോദ്യം വരുന്ന ഒരു ഇതാണ് ഉദ്യോഗവൽക്കരണത്തിന്റെ പ്രക്രിയകൾ വിശദമാക്കുക എന്നുള്ള രീതിയിൽ ചോദ്യം വരും. ഉദ്യോഗവൽക്കരണത്തിന്റെ പ്രക്രിയകൾ വിശദമാക്കുക എന്നുള്ള 6 മാർക്കിൽ ചോദ്യം വരും. അപ്പൊ അതിൽ ഒന്ന് ഉദ്യോഗവൽക്കരണം. നമുക്കറിയാം, മാനുഷിക ശക്തിയുടെ ആവശ്യം കണക്കാക്കുക എന്നതാണ്. ഓക്കെ, ആദ്യം ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ആൾക്കാർ വേണം, ഒരു സ്ഥാപനത്തിന് എത്രത്തോളം മാക്സിമം എത്ര വേണം, ഓക്കെ, മിനിമം എത്ര വേണം എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് ഫസ്റ്റ് വേണ്ടത്. ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യം കണക്കാക്കുക ഒന്നാമത്തത്. രണ്ടാമത്തത് അതിന് വേണ്ട റിക്രൂട്ട്മെന്റ്. ആദ്യം എത്ര ആൾക്കാർ വേണം, നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്ര ആൾക്കാർ വേണമെന്ന് ആദ്യം കണക്കാക്കണം. അതിന് റിക്രൂട്ട്മെന്റ്, ഓക്കെ, ജോലി ചെയ്യാൻ കഴിവുള്ളവരെ കണ്ടെത്തലും അവരെ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കലുമാണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾക്കറിയാം നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിനാണ് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരെ തിരിച്ചു വരുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയാണ്, നെഗറ്റീവ് പ്രോസസ് ആണ്. നമ്മുടെ ബിസിനസ് ഡള്ളാണ്, അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാഫിനൊക്കെ വെട്ടിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റാഫിനെ എണ്ണം കൂട്ടുന്നത് എന്താണ്, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഫേം എന്താണ് നല്ല രീതിയിലാണ് പോകുന്നത് എന്നാണ്. അപ്പോ ആദ്യം എത്രത്തോളം ആൾക്കാർ വേണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. ദെൻ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നമ്മൾ നടപടികൾ ആരംഭിക്കുന്നു, അതിന് പരസ്യങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രക്രിയ. ദെൻ അപേക്ഷിച്ച് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഇതൊരു അനുയോജ്യ ആൾക്കാർ, ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയാണെന്ന് പറയാം. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, ആൾക്കാർ നമ്മൾ വന്നിട്ടുള്ള എല്ലാ അപേക്ഷകരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉൾപ്പെടുത്താൻ പറ്റൂല. വളരെ കുറഞ്ഞ ആൾക്കാര്, ഇപ്പൊ ഒരു 100 പോസ്റ്റ് ആണ് ഉള്ളത്, പക്ഷെ 1000-10,000 ആൾക്കാരുടെ അപ്ലിക്കേഷൻ വരും. അപ്പൊ ഈ 100 ആൾക്കാര് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ആണെങ്കിൽ ബാക്കി 990 അല്ലെ 9,990 ആൾക്കാർക്ക് ഒരു നിരാശ നൽകുന്ന ഒരു ഇതാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ജോലിക്ക് അപേക്ഷിക്കപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ അവര് മുന്നോട്ട് വരില്ല എന്നുള്ളത്. ദെൻ നിയോഗിക്കപ്പെട്ടു ഓരോരുത്തർക്കും അവരവരുടെ ജോലി എന്താണെന്ന് പരിചയപ്പെടുത്തലും സെലക്ട് ചെയ്യപ്പെട്ടു. ഇപ്പൊ മാനേജർമാരായിട്ടുള്ള ആൾക്കാർ, ദെൻ അക്കൗണ്ട്സിലുള്ള ആൾക്കാർ, ദെൻ സെയിൽസിലുള്ള ആൾക്കാർ, പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ, അവരെ നിയോഗിക്കപ്പെടലും അതുപോലെ തന്നെ ആ ജോലിയിലേക്ക് നിയോഗിക്കപ്പെടലും ദെൻ പരിചയപ്പെടുത്തലുമാണ് 4ാമത്തെ ഘട്ടം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എത്രത്തോളം ആൾക്കാർ വേണമെന്നുള്ളത്, ദെൻ റിക്രൂട്ട് ചെയ്യുക, തെരഞ്ഞെടുപ്പ് നടത്തുക, അവരെ നിയോഗിക്കുക, ഓരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നിയോഗിക്കുക. ദെൻ അവർക്ക് വേണ്ട വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുക എന്നാണ്. അവരുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു വർക്കർ ഒരു തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാതെ ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം 100 പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവന്റെ കഴിവ് ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിനുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ്,
ട്രെയിനിങ് കൊടുത്താൽ അവന് 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നിടത്ത് ഒരു 200 പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവനക്ക് കൊടുക്കുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്, അവന്റെ ടൈം ഒരു തന്നെയാണ്. പക്ഷെ അവന്റെ പ്രൊഡക്ടിവിറ്റി, അവന് സാധനം ഉണ്ടാക്കുന്ന എണ്ണം കൂട്ടി എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അവനക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ്, അല്ലെ? അവനക്ക് ട്രെയിനിങ്, അവന്റെ സ്കില്ല് വളർത്തുന്നതിന് വേണ്ട ട്രെയിനിങ്ങും മറ്റും കൊടുത്തത് കൊണ്ടാണ് എന്നുള്ളത്. പ്രവർത്തനം വിലയിരുത്തുക. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ യഥാർത്ഥ പ്രകടനം നിരീക്ഷിക്കുക എന്നുള്ളതും സ്റ്റാഫിങ്ങിന്റെ ഭാഗമാണ്. ബന്ധപ്പെട്ട ആൾക്കാർക്ക് പ്രൊമോഷൻസ് നൽകുക. പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് അവരുടെ പദവി മെച്ചപ്പെടുത്താനുള്ളതാണ്. അസിസ്റ്റന്റ് മാനേജർ, മാനേജേഴ്സ് ഒക്കെ ഓക്കെ ഇങ്ങനെ ഓരോ താഴ്ന്ന വർക്കേഴ്സിനെ എന്ത് ചെയ്യാം, സൂപ്പർവൈസേഴ്സ് ആക്കുക, സൂപ്പർവൈസേഴ്സിനെ അസിസ്റ്റന്റ് മാനേജേഴ്സ് ആക്കുക, മാനേജേഴ്സിനെ അതിന്റെ മുകളിലുള്ള പോസ്റ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇതാണ് പ്രൊമോഷൻ എന്നുള്ളത്. പ്രതിഫലം, ജോലിക്കാർ ചെയ്ത പ്രവർത്തനത്തിന് പകരമായിട്ട് അവർക്ക് നൽകുന്ന തുകയാണ് നമ്മൾ കൂലി എന്നൊക്കെ പറയും, അല്ലെ? വേജ് എന്ന് പറയും. ഇതാണ് പ്രതിഫലം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു 8 സ്റ്റെപ്പ് ഓർത്തു വെക്കുക. സ്റ്റാഫിങ്ങിന്റെ ഈ പ്രോസസ്സ് സ്റ്റെപ്സ്: 1, എത്രത്തോളം ആൾക്കാർ വേണം, അതിനെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക, നിയോഗിക്കുക, അവരെ പരിചയപ്പെടുത്തുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പ്രവർത്തനം വിലയിരുത്തുക, പ്രൊമോഷൻ കൊടുക്കുക, അവരുടെ ജോലിക്കനുസരിച്ചുള്ള കൂലി കൊടുക്കുക എന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ്, സ്ഥാപനത്തിൽ വിവിധ ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകളെ അന്വേഷിക്കുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോ ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്നിലേക്ക് പരസ്യം ചെയ്യണം, അല്ലെ? പരസ്യം ചെയ്തിട്ട് നമുക്കറിയാം ജോലി ഒഴിവ്, വാണ്ടഡ് എന്നുള്ളത്. ഇതിന് റിക്രൂട്ട്മെന്റ് എങ്ങനെയൊക്കെ നടത്താം? സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ നമുക്ക് പ്രൊമോഷനൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് വേണ്ട മനുഷ്യ വിഭവം കണ്ടെത്താം. പുറത്തു നിന്നുള്ള ആൾക്കാരെ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് വഴി ജോലി അന്വേഷിക്കുന്ന ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ. അപ്പോ റിക്രൂട്ട്മെന്റിന്റെ ഉറവിടം 2ആണ്, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ആണ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഉള്ളിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തുന്നു. ഇപ്പൊ മാനേജർ പോസ്റ്റ് ഒഴിവുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കമ്പനിയിലുള്ള സൂപ്പർവൈസറെ എന്ത് ചെയ്യും? മാനേജറാക്കി പ്രൊമോഷൻ കൊടുക്കും. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പുറത്തുള്ളത് നമുക്കറിയാം, പുറമേ നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് ബാഹ്യ ഉറവിടങ്ങൾ എന്നുള്ളത്. സിമ്പിളാണ്, നമ്മൾ ഇതൊക്കെ പരിചയിക്കുന്നതാണ്, നമുക്ക് ഇതൊക്കെ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് റിക്രൂട്ട്മെന്റ്, സ്ഥാപനത്തിൽ ജോലിക്ക് ആവശ്യമായിട്ടുണ്ട്. ആഭ്യന്തര ഉറവിടം എന്ന് പറഞ്ഞാൽ ഒന്നിലെ സ്ഥലം മാറ്റം. കമ്പനിക്ക് വിവിധ ഓഫീസുകളുണ്ട്, അല്ലെങ്കിൽ വിവിധ ബ്രാഞ്ചുകളുണ്ട്. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് സ്ഥലമാറ്റത്തിലൂടെ നമുക്ക് വേണ്ട റിസോഴ്സസിനെ ഹ്യൂമൻ റിസോഴ്സിനെ കണ്ടെത്തുന്നതാണ്. രണ്ടാമത് സ്ഥാനക്കയറ്റാണ്. സ്ഥാനക്കയറ്റം നമുക്കറിയാം, സൂപ്പർവൈസർ മാനേജർ ആക്കുന്നു, വർക്കറിനെ സൂപ്പർവൈസർ ആക്കുന്നു. ഇങ്ങനെ വേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്ന രീതിയാണ് ഇന്റേണൽ സോഴ്സിലൂടെ. അപ്പോൾ ഇത് സ്ഥലം മാറ്റത്തിലൂടെയും ഇന്റേണൽ സോഴ്സിലേക്കുള്ള ആൾക്കാരെ കണ്ടെത്താം, സ്ഥാനക്കയറ്റത്തിലൂടെയും ആൾക്കാരെ കണ്ടെത്താം എന്നുള്ളത്. ബാഹ്യ ഉറവിടങ്ങൾ, നമ്മളെ പുറമേ നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതാണ് ബാഹ്യമായിട്ടുള്ള ഒരു ഉറവിടം എന്ന് പറയുന്നത്. ഇത് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് വഴിയാണ്. അതായത് നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നു, അല്ലെ? പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നത് വഴിയുണ്ട്. പിന്നെ ജോലി അന്വേഷകരായിട്ടുള്ള ആൾക്കാർ ജോലിക്ക് വേണ്ടി നേരത്തെ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടാവും. പരസ്യങ്ങൾ വഴി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, തൊഴിൽ ഏജൻസികളും മാനേജ്മെന്റ് കൺസൾട്ടുകൾ, ജോബ് കൺസൾട്ടുകൾ ഉണ്ട്. നിങ്ങൾ പരസ്യങ്ങളൊക്കെ കാണാം. തൊഴിൽ അന്വേഷിക്കുന്നവരും തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ബന്ധപ്പെടുക എന്നൊക്കെ പറയുന്ന ജോബ് കൺസൾട്ടൻസികളൊക്കെ ഉണ്ട്. പിന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, പഠിക്കുന്ന കോളേജുകളിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. തൊഴിലാളികളുടെ ശുപാർശ വഴി, മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ, ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബന്ധുക്കൾക്കൊക്കെ ജോലി കൊടുക്കുന്ന തൊഴിലാളികളുടെ ശുപാർശ വഴി, തൊഴിൽ കരാർ വഴി, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വഴി, അല്ലെ? പരസ്യങ്ങൾ വഴി, വെബ് പരസ്യങ്ങൾ വഴി. ഇന്നിപ്പോ വെബ് പരസ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ബാഹ്യ ഉറവിടങ്ങൾ. നമ്മൾ നേരിട്ട് നടത്തുന്നത് ജോലി അന്വേഷകർ വഴിയിട്ടുണ്ട്, പരസ്യങ്ങൾ വഴി, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഇതൊക്കെ ആഭ്യന്തരമായിട്ടുള്ളതല്ല, ബാഹ്യമായിട്ടുള്ള ഉറവിടങ്ങളാണ് എന്നുള്ളത്. സെലക്ഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഏറ്റവും ഇതൊരു നെഗറ്റീവ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇടക്കരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണം. 10,000 ആൾക്കാര്
ജോബ് ആപ്ലിക്കേഷൻ തന്നു. അതിന് നമുക്ക് 100 ആൾക്കാർ നമുക്ക് ആകെ ആവശ്യമുള്ളൂ. ബാക്കി 9,900 ആൾക്കാർ നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി. അപ്പൊ നമുക്ക് പ്രൈമറി ഇന്റർവ്യൂ ഉണ്ടാവും, പിന്നെ പരീക്ഷകൾ നടത്തിയിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാക്കാം. ഓക്കെ, തൊഴിൽ കൂടിക്കാഴ്ച, പശ്ചാത്തലം പരിശോധിക്കുക. സാധാരണ ഇതില് എന്തെങ്കിലും ഡെമോ ആയിട്ട് ഒരു വർക്ക് കൊടുക്കും, നിങ്ങൾ ഇത് ചെയ്യേ, എന്നിട്ട് ആ വർക്ക് വിലയിരുത്തും. ഉദാഹരണത്തിന് ഒരു അധ്യാപകന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ്. അധ്യാപകനോട് പറയും, ആദ്യം നിങ്ങൾ ഒരു ഡെമോ ക്ലാസ് എടുക്കുക, അല്ലെ? ഡെമോ ക്ലാസ് എടുക്കുക, ക്ലാസ് നന്നായാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലി തരാം എന്നുള്ളത്. അതാണ് പശ്ചാത്തലം പരിശോധിക്കുന്നത്. തിരഞ്ഞെടുക്കൽ തീരുമാനം, വൈദ്യ പരിശോധന, ജോലി വാഗ്ദാനം, ഏറ്റവും എൻഡിലാണ് തൊഴിൽ കരാർ എന്ത് ചെയ്യാം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഈ രീതിയിൽ ഉണ്ട്. ദെൻ വിവിധ തരം പരീക്ഷകളുണ്ട്. ഒരു തൊഴിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ തരം പരീക്ഷകളുണ്ട്. ഒന്ന് അവരുടെ ബുദ്ധി അളക്കുന്ന ഭൗതികമായിട്ടുള്ള പരിശീലനം. രണ്ടാമത്തെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നത്. ദെൻ അവരുടെ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന വ്യക്തിഗത, അല്ലെ? അവർക്ക് തൊഴിലില് അവർക്ക് അവർ പരിജ്ഞാനികളാണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പറയും അവർക്ക് ഒരു വർക്ക് ടെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ദെൻ താല്പര്യം, അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകളുണ്ട്. ദെൻ അടുത്തത് പരിശീലനമാണ്. ഓക്കെ, പരിശീലനം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഓക്കെ, അതായത് തൊഴിൽ സ്ഥലത്തുള്ള പരിശീലനം ഉണ്ട്. ദെൻ ജോലി സ്ഥലത്തിന് പുറമേയുള്ള പരിശീലനം, അതായത് ജോലിക്ക് ചേർന്നതിന് ശേഷം നമ്മുടെ കമ്പനിയിൽ വെച്ച് തന്നെ നൽകുന്ന പരിശീലനത്തെയാണ് തൊഴിൽ സ്ഥലത്തുള്ള പരിശീലനം. ഇത് ചോദ്യം വരുന്നുണ്ടോ? ഇത് സ്ഥിരമായിട്ട് ചോദ്യം. വിവിധ തരം പരിശീലന രീതികൾ വിശദമാക്കുക എന്നുള്ള ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരം 2 തരം തൊഴിൽ പരിശീലനങ്ങളാണുള്ളത്. ഒന്ന് തൊഴിൽ സ്ഥലത്തുള്ള പരിശീലനം, 2 ജോലി സ്ഥലത്തിന് പുറമേയുള്ള പരിശീലന രീതികൾ. അപ്പൊ ആദ്യത്തെ നമ്മൾ ഇതാ തൊഴിൽ സ്ഥലത്തുള്ളത് അപ്രന്റീസ്ഷിപ്പ്, അല്ലെ? ഒരു വിദഗ്ധ തൊഴിലാളിയുടെ കീഴിൽ അപ്രന്റീസ് ആയിട്ട്, അതായത് ഒരു മേലധികാരി ഉണ്ടാവും, ആ തൊഴിൽ ചെയ്യുന്ന ഒരു മേലധികാരി ഉണ്ടാവും, അയാളെ കണ്ട് പഠിക്കുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് കോച്ചിങ് ഉണ്ട്. അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും ജോലി ചെയ്തു കോച്ചിങ് കൊടുക്കുക. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അനുകരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇയാൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്, ആ നിർദ്ദേശം അനുസരിച്ച് ജോലി ചെയ്യുകയാണ് എന്നുള്ളത്. ഇന്റേൺഷിപ്പ് ഉണ്ട്. പഠനത്തോടൊപ്പം ഇപ്പൊ പല കമ്പനികളും ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരം കൂടി കൊടുക്കും. അപ്പൊ പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്ത് കിട്ടും, ജോലിയിലുള്ള ഒരു വൈദഗ്ധ്യം, സ്കില്ല് കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കോഴ്സാണ് ഒന്നിലെ നഴ്സിംഗ്. ഓക്കെ, നഴ്സിംഗ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും നഴ്സിംഗും ഒക്കെ ഇപ്പൊ എല്ലാം ഈ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അവർക്ക് ജോലിക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും. അതായത് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കും, ട്രെയിനി ആയിട്ട് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കും. ദെൻ അടുത്തത് ജോലി മാറ്റം. ഒരു ജീവനക്കാരനെ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്കോ മാറ്റി നിയമിക്കുന്നു, എന്നിട്ട് അവിടെ പരിശീലനം കൊടുക്കുന്ന രീതിയാണ് ജോലി മാറ്റം എന്നുള്ളത്. ഇനി കമ്പനിയിലല്ലാതെ പുറമേ നിന്ന് പോയിട്ട് ഒരു കമ്പനി ഒരാൾക്ക് വിദേശത്ത് പോയിട്ട് ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിന്റെ ചെലവൊക്കെ കമ്പനി വഹിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു രീതി കൊണ്ട് കമ്പനിക്ക് മെച്ചപ്പെടും, ആ സ്കില്ല് കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് അയാൾക്ക് മെച്ചമുണ്ടാകും എന്ന് വിചാരിക്കുന്നതാണ് ജോലി സ്ഥലത്തിന് പുറമേയുള്ള പരിശീലനം. അതായത് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ പുറമേ നിന്ന് ആൾക്കാരൊക്കെ വന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ജോലിക്കാർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാം. ദെൻ ഫിലിം ഫെസ്റ്റ്, ഏതെങ്കിലും കേസ് സ്റ്റഡീസ് കൊടുക്കുന്നു. ദെൻ കമ്പ്യൂട്ടർ മാതൃകകൾ, വെബിനാർ വഴി ഉള്ള പരിശീലനം, ക്രമീകൃത പഠനം, അതായത് ഇത്തരത്തിലുള്ള ഒരു ഫീൽഡ് വർക്കും മറ്റൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ. അപ്പൊ ഇതാണ് ജോലി സ്ഥലത്തിന്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പരിശീലനം 2 തരത്താണ്, ഓർത്തു വെക്കുക. ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുന്ന പരിശീലനത്തെ തൊഴിൽ സ്ഥലത്തുള്ള പരിശീലനങ്ങൾ എന്ന് പറയുന്നു. ജോലി സ്ഥലത്തിന് പുറമേയുള്ള പരിശീലന രീതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പുറമേയുള്ള ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്നത് എന്നുള്ളത്. ദെൻ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാണ്. നമുക്ക് 9:15 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോ 7ാമത്തെ ഡയറക്ഷൻ, പ്ലാനിങ്ങും ഓർഗനൈസേഷനും സ്റ്റാഫിങ്ങും കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മാനേജ്മെന്റിന്റെ
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ദെൻ സ്റ്റാഫിംഗ് കഴിഞ്ഞ ഡയറക്ഷൻ ഉണ്ട്, കൺട്രോളിങ്. ഈ 5 പാഠം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിംഗ്, ഡയറക്ഷൻ, കൺട്രോളിങ്. അപ്പോൾ പ്ലാനിങ് നമ്മൾ പറഞ്ഞു, ആസൂത്രണം. ഓർഗനൈസിങ് നമ്മൾ പറഞ്ഞു, അതിനെ സംഘടിപ്പിക്കുന്നത്. സ്റ്റാഫിംഗ് വേണ്ട ആൾക്കാരെ നമ്മൾ നിയമിക്കുന്നതാണ്. ഇനി അടുത്തത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും മാത്രം പോരാ, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയും. ഇതിൽ ഓരോ തത്വങ്ങളും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ കീഴിലുള്ള ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് എന്ന് പറയുന്ന മാർഗനിർദ്ദേശം എന്നുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ കീഴ് ജീവനക്കാർക്കാണ് നമ്മൾ, ഒരിക്കലും മേൽ അധികാരികൾക്ക് നമ്മൾ മാർഗനിർദ്ദേശം നൽകുന്നില്ല. നമ്മുടെ താഴെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോ അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം അവരെ എന്ത് ചെയ്യാം, നമ്മുടെ സ്ഥാപനത്തിനോട് കൂറുള്ളവരാക്കി മാറ്റി അവരെ മുന്നോട്ട് കൊണ്ടുപോയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർഗനിർദ്ദേശം എന്നുള്ളത്. അപ്പൊ ഇത് മുകൾ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് നൽകുന്നതാണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ലക്ഷ്യം നേടുന്നതിന് സ്ഥാപനത്തിലെ ആളുകളെ നിർദ്ദേശിക്കുകയും പ്രചോദിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് മാർഗനിർദ്ദേശം. നമ്മൾ മാർഗനിർദ്ദേശം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരെ പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യാണ്, പ്രബോധിപ്പിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരോട് എന്ത് ചെയ്യാം, ആവശ്യപ്പെടുന്നതാണ് മാർഗനിർദ്ദേശം എന്നുള്ളത്. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. മാർഗനിർദ്ദേശത്തിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ മാർഗനിർദ്ദേശത്തിന്റെ ഫീച്ചേഴ്സിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് മാർഗനിർദ്ദേശം പ്രവർത്തനത്തില്. മാർഗനിർദ്ദേശം കൊടുത്താൽ മാത്രമേ പ്രവർത്തനം ചെയ്യുള്ളൂ. ജോലി ചെയ്യണമെങ്കിൽ നിർദ്ദേശം കൊടുക്കണം, മാർഗനിർദ്ദേശം കൊടുക്കണം. ജോലി ചെയ്യണമെങ്കിൽ നിർദ്ദേശം കൊടുക്കണം. ദെൻ മാർഗനിർദ്ദേശം സർവ്വവ്യാപ്തിയാണ് എന്ന് പറഞ്ഞു അല്ലെ. മാർഗനിർദ്ദേശം എന്നുള്ളത് സർവ്വതല വ്യാപ്തിയാണ്, എല്ലാ തലത്തിലും ഉണ്ട്. ഇപ്പോ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റൽ തലത്തിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലും ഉണ്ടാവും, ദെൻ പ്രൊഡക്ഷനിലും ഉണ്ടാവും, ദെൻ HR ഉണ്ടാവും, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസിലും ഉണ്ടാവും. എല്ലാ തലത്തിലും സർവ്വ തലത്തിലും വ്യാപിയാണ്. ഒരു തലത്തിൽ മാത്രമല്ല എന്തുള്ളത്, മാർഗനിർദ്ദേശം ഉള്ളത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇത് എല്ലാ തലത്തിലും വ്യാപിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. ദെൻ മാർഗനിർദ്ദേശം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു നിർദ്ദേശം കൊടുത്ത് മിണ്ടാതിരിക്കലല്ല, ആ നിർദ്ദേശം അനുസരിക്കുന്നുണ്ടോ അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻസ് ഉണ്ടാവും. അപ്പൊ മാർഗനിർദ്ദേശം എന്നുള്ളത് എന്താണ്, തുടർ പ്രക്രിയയാണ്, വീണ്ടും വീണ്ടും സംഭവിക്കുന്നതാണ്. ഒരു നിർദ്ദേശം കൊടുക്കുന്നു, ആ കംപ്ലീറ്റ് ആക്കുന്നു, അടുത്ത നിർദ്ദേശം കൊടുക്കുന്നു, അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ആക്ഷനുകൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, മുകൾ തട്ടിൽ നിന്ന് കീഴ് തട്ടിലേക്ക് പ്രയോഗിക്കുന്നത്, അല്ലാതെ താഴെ നിന്ന് മേലോട്ടല്ല ഡയറക്ഷൻ പോകുന്നത്. ഡയറക്ഷൻ എപ്പോഴും പോകുന്നത് എവിടെ നിന്നാണ്? മുകൾ തട്ടിൽ നിന്ന് അല്ലെ, മേലെ അധികാരികളിൽ നിന്ന് താഴെയുള്ള ജോലിക്കാരിലേക്ക് പോകുന്നതാണ് മാർഗനിർദ്ദേശം. അപ്പൊ ഫീച്ചേഴ്സ് ഒന്ന്, പ്രവർത്തനം തുടങ്ങണമേ, ആക്ഷൻ അല്ലെ, ആക്ഷൻ ഇനീഷ്യേറ്റീവ് ഉണ്ടാവണമെങ്കിൽ മാർഗനിർദ്ദേശം കൂടിയേ തീരുള്ളൂ. എല്ലാ തലത്തിലും വ്യാപിച്ചതാണ്, തുടർ പ്രക്രിയയാണ്, കണ്ടിന്യൂസ് ആണ്. ദെൻ മോൾ തട്ടിൽ നിന്ന് കീഴ്ത്തട്ടിലേക്ക്. ഇത് ഇപ്പൊ തന്നെ പഠിക്കാം, ഒരു 4 ഇതൊരു 3 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് മാർഗനിർദ്ദേശത്തിന്റെ സവിശേഷതകൾ എന്നുള്ളത്. ദെൻ ഇതിന്റെ ഘടകങ്ങളെ, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റീവ്, ഇത് ഒരു essay ആയിട്ട് വരുന്നു. ഇത് സാധാരണഗതിയിൽ essay ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കാം. ഇത് മാർഗനിർദ്ദേശത്തിന്റെ ഘടകങ്ങൾ വിശദമാക്കുക. ഒരു സ്ഥാപനത്തിന് ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടായിരിക്കും ഒരു സ്ഥാപനത്തില് മാർഗനിർദ്ദേശത്തിന്റെ ഘട്ടങ്ങളെ വിശദീകരിക്കുക എന്നുള്ളത്. 4 ഘട്ടങ്ങളുണ്ട്. മേൽനോട്ടുണ്ട്, പ്രചോദനമുണ്ട്, നേതൃത്വമുണ്ട്, ആശയവിനിമയമുണ്ട്. 4 ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് മേൽനോട്ടം, സൂപ്പർവിഷൻ ആണ്. അപ്പോ ഓരോന്നും എന്താണെന്ന് എഴുതി വിശദീകരിക്കുമ്പോഴാണ് നമുക്ക് ആ 8 മാർക്ക് കിട്ടുക. ആദ്യം സൂപ്പർവിഷൻ ആണ് അല്ലെ. സൂപ്പർവിഷൻ എന്നുള്ളത് നമുക്ക് കീഴ് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയാണ്. വിഷൻ എന്നുള്ളതിൽ തന്നെ നമ്മളെ നിരീക്ഷിക്കുന്നതാണ്. വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി അല്ലെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടത്, ഏതൊരു ബിസിനസ് സ്ഥാപനം ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഏതൊരു ബിസിനസ് സ്ഥാപനവും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നഷ്ടത്തിനോ ജനങ്ങളെ സഹായിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല ആരും എന്ത് ചെയ്തിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഓരോ കമ്പനിയും നോക്കുന്നത്. അപ്പൊ അതിന്
നമ്മുടെ വിഭവങ്ങളെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. ഓക്കെ, വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തണം. അതായത് മിനിമം അല്ലെ, മിനിമം നമ്മൾ എന്ത് ചെയ്യണം, മിനിമം പ്രൊഡക്ഷനും അല്ലെ, മിനിമം ആയിട്ട് ആ ഉപയോഗിക്കുകയും മാക്സിമം പ്രൊഡക്ടിവിറ്റി. ഓക്കെ, മിനിമം റിസോഴ്സസും മാക്സിമം പ്രൊഡക്ടിവിറ്റിയാണ്. കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ. അത് മെന്നിന്റെ കാര്യത്തിലും മെറ്റീരിയലിന്റെ കാര്യത്തിലും, സൂപ്പർവിഷൻ മെന്നിന്റെ കാര്യത്തിലും ബാധകമാണ്. ദെൻ മെറ്റീരിയലിന്റെ കാര്യം. ദെൻ മോട്ടിവേഷൻ കൊടുക്കുക. മോട്ടിവേഷൻ കൊടുക്കുക എന്നാണ് വ്യക്തികളെ ചിന്തിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രചോദനം 2 തരത്തിലുണ്ട് അല്ലെ. അതായത് ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലറി ഇൻക്രീസ്, സാലറി ഹൈക്ക്. ഒരു നമ്മൾ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്ര അല്ലെ 100 പീസ് സാധനം വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര രൂപ കമ്മീഷനായിട്ട് അല്ലെ, ഒരു സാധനം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് 15 രൂപ കമ്മീഷൻ തരും. അപ്പൊ 100 എണ്ണം വിറ്റ 1500 രൂപ നിനക്ക് കമ്മീഷൻ. ഇതൊരു പ്രചോദനമാണ്. അല്ലെങ്കിൽ ഇന്ന ജോലികൾ കൃത്യമായിട്ട് ചെയ്താൽ നിനക്ക് എന്ത് ചെയ്യും, ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും. ഇതും പ്രചോദനമാണ്. ഓക്കെ, അപ്പോ പ്രചോദന സിദ്ധാന്തം എന്നുള്ളത്. ദെൻ പ്രചോദന സിദ്ധാന്തം എബ്രഹാം മാസ്ലോ ഹൈറാർക്കിയിൽ തീരുന്നത്. 1 അടിസ്ഥാന ആവശ്യങ്ങൾ, സംരക്ഷണ അഥവാ സുരക്ഷ ആവശ്യങ്ങൾ, സാമൂഹിക ആവശ്യങ്ങൾ, ആത്മാഭിമാന ആവശ്യങ്ങൾ, ആത്മസാക്ഷര. ഒരു വ്യക്തിക്ക് 5 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം അടിസ്ഥാന ആവശ്യങ്ങളാണ്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് ബേസിക് ആയിട്ട് വേണ്ട നീഡ്സുകളാണ്. നമ്മൾ ഒരാൾ ജോലി ചെയ്യുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് സൗകര്യമുള്ള വീട് ഒരുക്കി. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ജോലിക്ക് പോവോ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിടക്കാണ്. ആരെങ്കിലും രാവിലെ എണീറ്റ് പോകൂല. അപ്പൊ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരാളെ പ്രചോദിപ്പിക്കുന്ന കാര്യമാണ് അടിസ്ഥാന ആവശ്യം എന്നുള്ളത്. അടിസ്ഥാന ആവശ്യങ്ങള് ഫുഡ്, മെയിൻ ആയിട്ട് പറയുന്നത് ഫുഡാണ് അല്ലെ. ഫുഡ്, ദെൻ ക്ലോത്തിങ്, ഇത് രണ്ടുമാണ് അടിസ്ഥാന ആവശ്യമായിട്ട് പറയപ്പെടുന്നത്. രണ്ടാമത് സുരക്ഷാ ആവശ്യങ്ങളാണ്. ഒരു മെച്ചപ്പെട്ട സൗകര്യമുള്ള വീട്, ഒരു അടച്ചുറപ്പുള്ള വീട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംരക്ഷണ ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങളായിട്ട് പറയപ്പെടുന്നത്. then സാമൂഹിക ആവശ്യങ്ങൾ എന്നുള്ളത്. സാമൂഹിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അത് മെച്ചപ്പെട്ട ഒരു ജോലിയാണ് ഈ തരത്തില്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളമാണ്. ഇതൊരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോ ഒരു ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിനേക്കാളും നമുക്കറിയാം, അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡിലേക്കൊക്കെ മാറുന്ന സമയത്ത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അത് അടുത്തതിലും കൂടി പ്രാവർത്തിയം വേണം. ആത്മാഭിമാനമാണ് ഒരു ജോലി എന്നുള്ളത്. ആത്മാഭിമാനമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു. ദെൻ ആത്മസംസ്കാരം, സാക്ഷാത്കാരമാണ്. അപ്പൊ നമുക്ക് വീടായി, ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയി, സുരക്ഷയായി, മറ്റൊക്കെ ആയി. പിന്നെ നമ്മൾ ആലോചിക്കണം, ഒരു കാർ വേണം ആത്മക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങണം, കുറച്ച് പ്രോപ്പർട്ടി വാങ്ങണം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പുറം വരുന്ന ആവശ്യങ്ങളെയാണ് ആത്മ സാക്ഷാത്കാര ആവശ്യങ്ങൾ എന്നുള്ളത് പറയുന്നത്. ദെൻ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയും, ഇതെങ്ങനെ ഒരു സ്ഥാപനത്തിന് എങ്ങനെ മുതലാകും. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം നിറവേറ്റാൻ നമ്മൾ ശ്രമിക്കും. ഒരു തൊഴിലാളി വിചാരിക്കുന്നു തനിക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് വേണം, അതിന് അത്യാവശ്യം നല്ല പണം കമ്പനിയിൽ നിന്ന് കിട്ടണം. അപ്പൊ അത്യാവശ്യം നല്ല പണം കിട്ടണമെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യണം. അപ്പോഴാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുള്ളൂ. അപ്പൊ ഇയാളുടെ ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അയാൾ എടുക്കുന്ന എഫോർട്ടിനനുസരിച്ച് കമ്പനിയും വളരുന്നുണ്ട് എന്നാണ്. ഓക്കെ, വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഉദാഹരണം, സ്ഥാപനാധിഷ്ഠിതമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ നോക്കി, ഒരാളുടെ വിശപ്പ്, ഒരാൾക്ക് ഉണ്ടാകുന്ന ബേസിക് നീഡാണ് വിശപ്പ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുമാനം കിട്ടണം എന്നുള്ളത്. സൗഹൃദം, പദവി, സ്വയം നിറവേറ്റൽ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഘട്ടങ്ങൾ. അപ്പോൾ വിശപ്പിന് നമ്മൾ അടിസ്ഥാന ശമ്പളം കൊടുക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ പെടുന്നതാണ് അല്ലെ. വരുമാന സ്ഥിരത എന്നുള്ളത് സെക്യൂരിറ്റിയാണ്. എന്നും ജോലി, നല്ല രീതിയിൽ ജോലി ചെയ്താൽ മാത്രമേ എന്നും എന്തുള്ളൂ, അതൊരു മോട്ടിവേഷൻ ആണ്. നമ്മുടെ കമ്പനിയിൽ എന്നും ജോലി നമുക്ക് ആവശ്യമാണെങ്കിൽ എന്ത് വേണം, വരുമാന സ്ഥിരത വേണം. ഓക്കെ, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വരുമാന സ്ഥിരതയുള്ളൂ. ദെൻ സാമൂഹിക ആവശ്യങ്ങളാണ്. നല്ല കൂട്ടുകെട്ട്, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകെട്ടൊക്കെ ഇതാവും. ദെൻ പദവി, അത് ആത്മാഭിമാന ആവശ്യങ്ങളായി പെടുന്നതാണ്. ആത്മസാക്ഷാത്കാരമാണ് സ്വയം നിർവചിച്ചത്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് അടിസ്ഥാന ശമ്പളം കൊടുക്കുക, ദെൻ പെൻഷൻ, സുരക്ഷ, ജോലി കഴിഞ്ഞാലും സുരക്ഷയാണ്.
വരുമാന സ്ഥിരത മാത്രമല്ല കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ജോലിക്ക് ശേഷം റിട്ടയർമെന്റിലും ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇതിന് സാമൂഹ്യ ബന്ധങ്ങൾ സൗഹൃദമാണ്, അത് പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമാണ്. ദെൻ പദവി, അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ട് കിട്ടുന്ന പദവി, അത് അയാൾക്ക് സമൂഹത്തിൽ നല്ല എന്ത് കിട്ടും, റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. ദെൻ ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയാണ്. അപ്പൊ ഇതിങ്ങനെ വിവരിച്ച് നൽകിയിട്ടാണ് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും, ഇത് നിർബന്ധമായിട്ടും പഠിച്ചോളൂ. ഇതെന്തായാലും വരും. എന്താണ് നമ്മുടെ മാർഗനിർദ്ദേശത്തിന്റെ ഘടകങ്ങളാണ് പറയുന്നത്. ദെൻ ഇതിലെ അബ്രഹാം മാസ്ലോയുടെ മാസ്ലോയുടെ തിയറി എന്താന്ന് ചോദിക്കും, സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. പ്രചോദന സിദ്ധാന്തത്തെ കുറിച്ച് ചോദിക്കാം. പ്രചോദന സിദ്ധാന്തം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ എഴുതുക, ഈ ഗ്രാഫ് വെക്കുക. ദെൻ സാമ്പത്തികമായിട്ട് ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളാണ് ശമ്പളവും ഭത്തയും, അല്ലെ? ശമ്പളം കൂട്ടുക, ഭത്ത കൂട്ടുക. ഓക്കെ. ദെൻ ഉൽപാദനക്ഷമമായിട്ട് ടാർഗറ്റ് കൊടുക്കുക, അല്ലെ? ഉൽപാദനക്ഷമത നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ ഒരു ദിവസം 100 പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അയാൾക്ക് മുന്നിൽ അയാളുടെ പ്രൊഡക്ടിവിറ്റി 100 അല്ലെ? ഒരു ദിവസം 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുള്ളൂ. അയാളുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചു 150 പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ശമ്പളത്തിന് പുറമെ ഈ 50 ഉണ്ടാക്കുന്ന ഓരോ പീസിനും ഇത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ളത്. അപ്പൊ ഇത് വേതന പ്രോത്സാഹനങ്ങളാണ്, അല്ലെ? വേതനം കൂട്ടിക്കൊടുക്കണം. 100 അടിസ്ഥാന ശമ്പളം കൊടുക്കും. അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിശ്ചിത എമൗണ്ട് അധികം ലഭിക്കുമെന്നുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 100 ഒതുക്കൂല. നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം എഫോർട്ട് എടുത്തിട്ട് ആ 100, നമ്മുടെ ശമ്പളമാണല്ലോ മോട്ടീവ്. അപ്പോ നമ്മൾ ശമ്പളം അധികം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് പണിയെടുക്കും. ആ വ്യക്തിക്ക് ആ നന്നായിട്ട് കൂലി കിട്ടുന്നതിനനുസരിച്ച് കമ്പനി എന്ത് ചെയ്യും? വളരും എന്നുള്ളതാണ്. ദെൻ ലാഭവിഹിതം. ഒരു കമ്പനി പൊതുവെ ചെയ്യപ്പെടുന്ന ഒരു സോഷ്യലി അല്ലെങ്കിൽ കോർപ്പറേറ്റുകളൊന്നും ചെയ്യൂല, ലാഭവിഹിതം, അല്ലെ? ലാഭവിഹിതത്തിന് ഒരു വിഹിതം കൊടുക്കുക, ലാഭം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരി വാഗ്ദാനം കൊടുക്കുക. നല്ല രീതിയിൽ ജോലി ചെയ്താൽ, നല്ലൊരു എംപ്ലോയർ ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർ ഒക്കെ അവർക്ക് കൊടുക്കുക. ദെൻ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഓക്കെ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, വിരമിച്ചാൽ അവർക്ക് ഫണ്ട്. ദെൻ അവർക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ, താമസം, വിദ്യാഭ്യാസം, സൗജന്യ വൈദ്യസഹായം, ഉല്ലാസയാത്ര കമ്പനി ഏറ്റെടുക്കുക, താമസ സൗകര്യം കമ്പനി ഏറ്റെടുക്കുക, മക്കളുടെ വിദ്യാഭ്യാസം കമ്പനി ഏറ്റെടുക്കുക, അതുപോലെ തന്നെ സൗജന്യ വൈദ്യസഹായം, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക. ദെൻ ഉല്ലാസയാത്ര, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ദെൻ സാമ്പത്തികേതരമായിട്ടുള്ള, ഇത് സമ്പത്ത്, ഒരു പ്രചോദനത്തിന് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരുമാനം, മറ്റുള്ള കാര്യങ്ങൾ. സമ്പത്തല്ലാത്ത പ്രചോദനങ്ങളുണ്ട്. പദവി, ഒരാളുടെ ജോലി മാറാണ്, ഒരാൾ സാധാ വർക്കറായിട്ട് നിന്നാണ്, അയാളെ മാനേജർ ആക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പദവിയിൽ MD ആണ്, അല്ലെ? മാനേജർ ആണ് എന്നുള്ളത് പറയും, മാനേജർ ആണെന്ന് പറയും. അപ്പൊ അയാളുടെ പദവിയിൽ മാറ്റണ്ടേ? അയാളുടെ ശമ്പളത്തിൽ ചിലപ്പോൾ ചെറിയൊരു ഇൻക്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അയാൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് അയാളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ സംഘടനാ സാഹചര്യം, തൊഴിൽ അഭിവൃദ്ധിക്കുള്ള സാധ്യത, തൊഴിൽ സമ്പുഷ്ടീകരണം, ജീവനക്കാരെ അംഗീകരിക്കല്, ജീവനക്കാരുടെ പങ്കാളിത്തം, ജീവനക്കാരുടെ ശക്തീകരണം. ഇതൊക്കെ ഒരു ജോലി ചെയ്തിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സാമ്പത്തികേതരായിട്ടുള്ള പ്രചോദനത്തിൽ പെടുന്നതാണ്. നമുക്കറിയാം, ഒരാളെ അനുമോദിക്കുക, അല്ലെ? അല്ലെ, നന്നായി ചെയ്തു, അത് അയാൾക്കൊരു പ്രോത്സാഹനമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രോത്സാഹനമല്ല, അയാൾ എന്ത് ചെയ്യുക? പ്രചോദിപ്പിക്കുകയാണ് എന്നുള്ളത് നോക്കും. ദെൻ ഏറ്റവും ലാസ്റ്റ് ഏരിയ ആണ്, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നേതൃത്വം, ലീഡർഷിപ്പ്. ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ലീഡർഷിപ്പ് വേണം, അല്ലെ? ആരുടെ ഡയറക്ഷനാണ് അംഗീകരിക്കപ്പെടേണ്ടത്? ആരുടെ ഡയറക്ഷനാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻസ് പലരും കൊടുക്കുന്നതാണ്, അല്ലെ? അപ്പോ ലീഡർഷിപ്പിന്റെ ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെവിക്കൊള്ളുക എന്നുള്ളത്. അപ്പോൾ പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ സ്വമേധയായ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനമാണ് നേതൃത്വം എന്നുള്ളത്. ഓക്കെ, അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യം, ഒരു കമ്പനിയുടെ ലാഭമാണ് ലക്ഷ്യം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ലീഡർഷിപ്പ്. നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലീഡർഷിപ്പ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ലീഡറായിട്ട് അവരുടെ ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവര് നമ്മളെ കണ്ടുകാണ് സ്വമേധയായിട്ട് അവരെന്ത് ചെയ്യും? ജോലി ചെയ്യാൻ പ്രേരണ അവർക്ക് ഉണ്ടാവുന്നതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ അബ്രഹാം മാസ്ലോന്റെ ഇത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആ കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണമെന്നുള്ളത്. സ്വീകർത്താവിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സെൻഡർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും, അല്ലെ? സെൻഡർ ഉണ്ടാവും, അതുപോലെ തന്നെ
റിസീവറും ഉണ്ടാവും. ആരാണ് സന്ദേശം കൈമാറുന്ന ആള്, അതാരാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ സ്വീകരിക്കുന്ന ആള്, സ്വീകർത്താവിന് മനസ്സിലാവുന്ന വിധം ആശയം പ്രേക്ഷിതൻ എന്ന് പറഞ്ഞ സെൻഡർ ആരാണ് വിവരം നൽകുന്നത്, അയാളിൽ നിന്ന് കൈമാറുന്ന പ്രക്രിയക്കാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതില് 7 ഘട്ടങ്ങളുണ്ട് എന്നാ പറയുക, 7 ഘടകങ്ങളുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. ആശയവിനിമയ പ്രക്രിയയിൽ 7 ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ പാഠത്തില്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതൊരു ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് ഒന്ന് നോക്കുക കേട്ടോ. ഒന്ന് പ്രേക്ഷകൻ ആരാണ്, ഓക്കെ, ആരാണ് സെൻഡർ എന്ന് പറയും, ആരാണ് ഈ സന്ദേശം വിടുന്ന ആള്. രണ്ടാമത് മെസ്സേജ്, ഓക്കെ, മെസ്സേജ്. ദെൻ ആ മെസ്സേജ് എൻകോഡ് ചെയ്യണേ, നമ്മൾ പറയുന്ന സാധനം നമ്മൾ കോഡ് ചെയ്യപ്പെട്ടിട്ടാണ് ആൾ പോകുന്നത്. ദെൻ ഏത് മീഡിയത്തിലൂടെയാണ്, ഇപ്പോൾ നമ്മൾ കത്തിലൂടെ മെസ്സേജ് അയക്കാം, ഫോണിലൂടെ നമ്മുടെ ഒരു മെസ്സേജ് കൈമാറാം, അല്ലെ, നേരിട്ട് കൈമാറാം, ഓക്കെ. ദെൻ സ്വീകർത്താവ്, അത് സ്വീകരിക്കുന്ന ആളാണ്. ആ മെസ്സേജ് ആരിലേക്കാണ് എത്തുന്ന, ആ സ്വീകരിക്കുന്ന ആളാണ് സ്വീകർത്താവ്. അതിനൊരു എന്താണ്, ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പ്രതികരണം വേണം, ഓക്കെ. മെസ്സേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക്, അതിനാണ് പ്രതികരണം എന്ന് പറയുന്നത്. ദെൻ നോയ്സ് ഉണ്ട്. ഈ 6 ഇടയിലാണ്. ഇതിപ്പോ ഇങ്ങനെയാണ് ഇത് വരക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ടാണ് നോയ്സ് വരിക, ഓക്കെ. 2 സംഭാഷണങ്ങൾക്കിടയിൽ വരുന്ന പ്രതികരണത്തിന്റെയും ഒക്കെ ഇടയിൽ വരുന്ന ബാരിയേഴ്സ് ആയിട്ടാണ് വരുന്നത് നോയ്സ് എന്നുള്ളത്, ഓക്കെ, നോയ്സ് എന്നുള്ളത്. ദെൻ അടുത്തത് ഔപചാരിക ആശയവിനിമയം, അനൗപചാരിക ആശയം. വളരെ സിമ്പിൾ ആണ് ഔപചാരിക ആശയം. ഇത് ഒഫീഷ്യൽ ആണ്. ഒഫീഷ്യൽ, ഔപചാരികം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒഫീഷ്യൽ, ഫോർമൽ ആണ്. ഇത് ഇൻഫോർമൽ ആണ്, ഇൻഫോർമൽ അൺഒഫീഷ്യൽ ആണ്. സ്ഥാപനത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ നടക്കുന്ന ആശയവിനിമയം. ഒരു മാനേജർ താഴെ സൂപ്പർവൈസർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. പതിയാമൊന്നില്ലെങ്കിൽ കത്തിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ എന്ത് ചെയ്യും, നോട്ടീസ് ബോർഡിലെയോ അല്ലെങ്കിൽ നേരിട്ട് കത്തുകളായിട്ടോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇത് ഔപചാരികമായിട്ടുള്ള ആശയവിനിമയമാണ്. അനൗപചാരികം എന്നുള്ളത് ഈ ഗോസിപ്പുകളൊക്കെ ആശയവിനിമയം, കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വർക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആശയവിനിമയങ്ങളാണ്. അതിന് കൃത്യമായിട്ടുള്ള പാതകളൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാവില്ല. ഗോസിപ്പുകള്, റൂമേഴ്സ്, ഇതെല്ലാമാണ് ഔപചാരികം. അപ്പോ അനൗപചാരിക ആശയവിനിമയത്തിന്റെ ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഗോസിപ്പുകള്, പരദൂഷണങ്ങള്, അതുപോലെ തന്നെ റൂമറുകള്, കെട്ടുകഥകള്, ഇല്ലാ കഥകള്, ഇങ്ങനെയൊക്കെയാണ് അനൗപചാരികം. ദെൻ വിനിമയത്തില് ബാരിയേഴ്സ് കൂടി നമുക്കറിയാം. ആശയവിനിമയത്തിൽ വരുന്ന ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് സെൻഡർ റിസീവർക്ക് കൈമാറുന്ന സമയത്ത് അതിന്റെ ഇടയിൽ നടക്കുന്നതാണ്, അല്ലെ, സന്ദേശങ്ങൾ. അതുണ്ടാകുന്ന സമയത്ത് പ്രശ്നം, സന്ദേശങ്ങൾ മോശമായിട്ട് ആവിഷ്കരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നായിരിക്കും, കേൾക്കുന്ന ഒരാൾ വേറെ ആയിരിക്കും കേട്ടിരിക്കുക, ഓക്കെ. ദെൻ വ്യത്യസ്ത അർത്ഥചിഹ്നങ്ങൾ ഉപയോഗിക്കാം. നമ്മള് കോമയും കുത്തൊക്കെ ഇട്ടാൽ തന്നെ നമ്മുടെ അർത്ഥം, എഴുത്തിലുള്ള അർത്ഥം മാറുമെന്ന് പൊതുവെ പറയാറുണ്ട്, അല്ലെ. അപ്പൊ പദങ്ങളും ചിഹ്നങ്ങളും മാറി ഉപയോഗിച്ചാൽ തെറ്റായി വിവർത്തനം ചെയ്യാം. ഇപ്പൊ ഇംഗ്ലീഷിൽ അയച്ചു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് തെറ്റാണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ. എന്താണ് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതിന് നേരെ വിപരീതമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇതിന് വ്യക്തതയില്ലാത്ത നിഗമനങ്ങൾ. നമ്മൾ പറയുന്ന ആള് ഓക്കെ, അയാൾക്ക് മനസ്സിലാവും, പക്ഷെ അത് കിട്ടിയ ആൾക്ക് അതൊന്നും മനസ്സിലാവാത്തതാണ് വ്യക്തതയില്ലാത്ത നിഗമനങ്ങൾ എന്ന്. അപക്വമായിട്ടുള്ള വിലയിരുത്തൽ, മുഴുവൻ കേൾക്കാതെ, ഓക്കെ, അപക്വമായിട്ട് പക്വമല്ലാത്ത രീതിയിൽ വരുന്നതാണ്. പ്രസിഡന്റ് നഷ്ടം ഉണ്ടാവുക, സ്ഥാപനത്തിന്റെ നയങ്ങൾ സ്വതന്ത്രമായി ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തും, കീഴ്തര ജീവനക്കാരിലുള്ള വിശ്വാസക്കുറവ്. ഇതെല്ലാം നമ്മളെ എല്ലാം സന്ദേശങ്ങളും പുറമേക്ക് വിടൂല. അപ്പോ സ്ഥാപനത്തിന്റെ രഹസ്യം ചോർത്തിയാലോ, ഓക്കെ, എല്ലാ ഐഡിയാസും ആർക്കും കൊടുക്കൂല, ജീവനക്കാർക്ക്. അപ്പോ തല ജീവനക്കാരിൽ വിശ്വാസക്കുറവ്, സന്നദ്ധതയില്ലായ്മ, അതനുസരിച്ച് ജോലി ചെയ്യാൻ തയ്യാറില്ലായ്മ എന്നുള്ളത്, ശരിയായ പ്രോത്സാഹനത്തിന്റെ അഭാവം. ഇതെല്ലാമാണ് വിനിമയത്തിലെ അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. അപ്പൊ ഇതിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആശയവിനിമയം, ഓക്കെ, 6 മാർക്കിന് ചോദ്യം വരും. അതിന്റെ വിവിധ ഘടകങ്ങൾ, അതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാവും, അത് നോക്കുക. അതായത് ഫസ്റ്റ് സെൻഡർ, ദെൻ സന്ദേശം, കോഡിങ്, ഇങ്ങനെ പോകുന്നതാണ് ആ ഒരു രീതി. അതിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്നതായിരിക്കും ബാരിയേഴ്സ് ആയിട്ട് വരുന്ന ബഹളം അല്ലെങ്കിൽ നോയ്സ് എന്നുള്ള കാര്യം വരുന്നത്. ഇത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ്
മാസ്ലോയുടെ തിയറി നിങ്ങൾ നോക്കണം. മാസ്ലോയുടെ തിയറി നോക്കണം. ദെൻ പ്രചോദനം കൊടുക്കുന്ന 2 സാമ്പത്തിക പ്രചോദനങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികേതര പ്രചോദനങ്ങളും നോക്കണം. ദെൻ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മാർഗനിർദ്ദേശം എന്താണ്, മാർഗനിർദ്ദേശത്തിന്റെ സവിശേഷതകൾ നോക്കണം. ഓക്കെ, വിവിധ ഘടകങ്ങൾ, ഈ 4 ഘടകങ്ങൾ എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മേൽനോട്ട, പ്രചോദനം, നേതൃത്വം, ആശയവിനിമയം, ഇതെല്ലാം കൂടിയാണ് ബാക്കിയുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടായിരുന്നു ഒരു എസ്സേ 8 മാർക്കിന് വരിക. അപ്പൊ ഈ പാഠത്തിൽ എസ്സേ വരുന്നത് എന്താണ് മാർഗനിർദ്ദേശത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ, ദെൻ എന്താണ് മാർഗനിർദ്ദേശത്തിന്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെ, ഇതാണ് ഇതിൽ എസ്സേ വരുന്നത്. ഇതെന്തായാലും നോക്കിയിട്ട് പോകണം എന്ന് വീണ്ടും പറയുന്നു. ഈ പാഠത്തിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് നമ്മൾ 6ാമത്തും 7ാമത്തും പാഠം ഒരുമിച്ചാണ് എടുത്തത്. ഈ പാഠത്തിന് ഒരുമിച്ചുള്ള ഈ വീഡിയോ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഈ റെക്കോർഡ് ക്ലാസ് കിട്ടും. ദെൻ രാവിലെ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 8ാമത്തെ ക്ലാസ്സും ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ദെൻ 9, 10 മുതലുള്ള സെക്കൻഡ് പാർട്ട്, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് ബിസിനസ് നമ്മൾ കംപ്ലീറ്റ് ആവും. ദെൻ സെക്കൻഡ് പാർട്ടിലുള്ള വീഡിയോസ് നാളെ രാവിലെ നിങ്ങൾക്ക് കിട്ടും. രാവിലെ ക്ലാസ് ഉണ്ടാവില്ല, നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. 9 മുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലാസ്റ്റ് 13ാമത്തെ ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഇല്ല എന്നാണ് സിലബസിൽ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പൊ 9 മുതൽ 12 വരെയുള്ള 4 ചാപ്റ്റർ, 9, 10, 11, 12 4 ചാപ്റ്റേഴ്സ് 1-2 വീഡിയോ ആയിട്ട് രാവിലേക്ക് കിട്ടും. അതോടുകൂടി ബിസിനസ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് 1ാമത്തെ പാഠം, 2ാമത്തെ പാഠം, 3ാമത്തെ പാഠം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. എല്ലാ പാഠങ്ങളുടെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നാളെ രാവിലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം റിപ്പീറ്റ് ആയിട്ട് കാണുക. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ഈ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബിസിനസിന്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ പഠിക്കണം. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിന് വേറൊരു സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ ഇന്ന് നമ്മൾ ഇതാക്കി. ഇനി നാളെ പകല് ഞാൻ ക്ലാസ് വെക്കുന്നില്ല. രാവിലെ വൈകിട്ട് ഞാനൊരു സമയം പറയും. ആ സമയത്ത് ബിസിനസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതിനെല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായല്ലോ, വ്യക്തമായല്ലോ? ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് 3 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ലെഫ്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, അക്കൗണ്ടൻസിയുടെ ക്ലാസ് ഒന്നും സ്കിപ്പ് ആക്കരുത്, മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.